ഹലോ, ഇൻസ്റ്റാ360 ക്യാമറ ടെസ്റ്റ് കേട്ടോ. എൻ്റെ മുഖം ട്രാക്ക് ചെയ്ത് കൊടുത്താൽ സ്റ്റാർ ട്രാക്ക്. ഇതാണ് എസ് ടി കാർഡ്. നമ്മൾ അതിൻ്റെ എസ് ടി കാർഡ് എന്നുണ്ട്. ക്യാമറ പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതി. നമ്മളുടെ ഹൈലൈറ്റ് ഉള്ള വ്യൂ ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഫ്രെയിം കൊടുത്ത് ഇതെന്താണ് എൻ്റെ ഫ്രെയിമിലേക്ക് വന്നു. ഇവിടെ വെച്ച് ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ Insta360 X5 അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, ഇതിൻ്റെ ഉപയോഗം, ഇതിന് എത്ര രൂപയായി, ഇതിലെങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാം, ഇതിൽ ഷൂട്ട് ചെയ്ത വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇന്ന് റിവ്യൂവിന് ഒരാളൊന്നല്ല, പക്ഷെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസൊന്നും അറിയിക്കണം തോന്നി. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീരും. കാരണം എല്ലാം ഇതിൽ പറയുന്നുണ്ട്. എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതും പിന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ളതും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് Insta360 ബോക്സ്. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിക്കിവിടെ ഏകദേശം 2000 ദിർഹംസിൻ്റെ അടുത്തായിട്ടുണ്ട്. 1950 ബോക്സിലുണ്ടാകുക Insta360 ഇതുപോലത്തെ ഒരു ക്യാമറ. പിന്നെയുള്ളത് അത് സൂക്ഷിച്ച് വെക്കാൻ ഉള്ളൊരു പൗച്ചും അതിൻ്റെ ഉള്ളിലൊരു ലെൻസ് ക്ലീനറും. ഈ ഐറ്റംസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, Insta360 ക്യാമറ വാങ്ങുമ്പോൾ കിട്ടുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ടും 2 സാധനം കൂടി നമ്മൾ പർച്ചേസ് ചെയ്യണം ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ. ഒന്ന് മൈക്രോ SD കാർഡ്. ഇതില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടില്ല, നമ്മൾ എക്സ്ട്രാ നമ്മൾ വാങ്ങേണ്ടതാണ്. രണ്ടാമത് വേണ്ടത്, ഇത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, ഇതേപോലത്തെ ഒരു സെൽഫി സ്റ്റിക്ക് വേണം. ഇതിന് ഏകദേശം ഒരു 130-140 ദിർഹംസോളം ആയിട്ടുണ്ട് ഇതിന് മാത്രം. SD കാർഡിന് അതേപോലെ തന്നെ 160 ദിർഹംസ് ജില്ലാണ്. 152 ആണ്. അപ്പോൾ ഈ 2 സാധനവും ഈ ക്യാമറൻ്റെ കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്യാമറ നോക്കുകയാണെങ്കിൽ 360 ആണല്ലോ, ഇതിൻ്റെ 2 ഭാഗത്തും ക്യാമറയുണ്ട്. നമ്മൾ ഏത് ഭാഗത്തിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്താലും നമുക്കിതിൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ സാധനവും റെക്കോർഡായിട്ട് കിട്ടും. പിന്നുള്ളത് പവർ ബട്ടണ്, ഒരു ആക്ഷൻ ബട്ടണ്, ഇതിൻ്റെ ബാറ്ററി പ്രസ് ചെയ്താൽ കിട്ടും. ഇതിവിടെ SD കാർഡ് ഇടാനുള്ള സൗകര്യമുണ്ട്. ചാർജ് ചെയ്യാനുള്ള C ടൈപ്പാണ്. നമുക്കിത് ലാപ്പിലേക്ക് കുത്തിയിട്ട് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. ആദ്യം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ SD കാർഡ് ഇടണം, മെമ്മറി കാർഡ് ഇടണം. അതിനുവേണ്ടി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി കിട്ടും. ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് ഇതേപോലെ അഡീഷണൽ ബാറ്ററി വാങ്ങി വെച്ചാൽ ചാർജ് ഉണ്ടെങ്കിൽ നേരെ കുത്തിയാണ് ഉപയോഗിക്കാം. ഫുൾ ചാർജ് ആകാൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് മതി കേട്ടോ. വളരെ പെട്ടെന്ന് ചാർജ് ആകും. ഒരു വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് SD കാർഡ്. നമ്മൾ അതിന് തന്നെ SD കാർഡ് എന്നുണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ അതിനായി. അതിന് ശേഷം നമ്മൾ ബാറ്ററി പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുന്ന സമയത്താണ് ഈ 2 ഭാഗത്തൊരു റെഡ് കാണുന്നത്. ഈ റെഡ് വന്ന് പോയാലേ ഇത് കറക്റ്റ് ലോക്കായി എന്നറിയുള്ളൂ. ഇതിന് 2 ലെൻസ് ഉണ്ടല്ലോ. ഈ ലെൻസ് അത്ര പെട്ടെന്നൊന്നും സ്ക്രാച്ച് ആവില്ല, പക്ഷേ സ്ക്രാച്ച് ആകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് പുറത്തേക്ക് ഇങ്ങനെ മാറിക്കല്ലേ. അപ്പോൾ എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് പൗച്ചിൽ ഇട്ട് കൊണ്ടെടുക്കണതാണ് ഏറ്റവും സേഫ്. ഞാനിപ്പോൾ അങ്ങനെ ഉപയോഗിക്കലുണ്ട്. അതേപോലെ തന്നെ ഈ ലെൻസ് ഗാർഡ്, അതേപോലെ മറ്റൊരു റബ്ബറിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിയിട്ടാലും സേഫാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലോക്കാക്കി ഇടാം. കാരണം ലെൻസ് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നിർഭാഗ്യവശാൽ ഞാൻ വാങ്ങിയിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ലെൻസ് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഞാൻ റീപ്ലേസ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും. സിമ്പിളാണ്. 2 മിനിറ്റ് കൊണ്ട് സാധനം റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. ആ ലെൻസിന് വരുന്ന ചാർജ് ഏകദേശം 150 ദിർഹംസോളം ലെൻസിന് മാത്രം വരും. ഒരു കിറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പവർ ബട്ടൺ നക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി കിട്ടും. Insta360 ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ കിട്ടും. ഈ താഴെ നക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മോഡിലാണ് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോട്ടോസ് ഫസ്റ്റ് തന്നെ കാണുന്ന ഫോട്ടോ ആണ്. ഫോട്ടോ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫോട്ടോ ആയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫോട്ടോ 360 വേണോ അതോ സിംഗിൾ ലെൻസ് എന്നാൽ നമുക്ക് ഒരു ലെൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാം.
അതായത് തന്നെ എൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചും ഇതേ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് സിംഗിൾ ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സൈഡത്തെ ഒന്നല്ലെങ്കിൽ ഈ ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നല്ല 360 ക്യാമറ 360 ഫോട്ടോ എടുത്താൽ നമുക്ക് എന്താകാം, ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം നമുക്ക് റീഫ്രെയിം ചെയ്യാം, ഏത് ഭാഗത്തേക്കാണോ വേണ്ടത് എന്നൊക്കെ കറക്റ്റ് കിട്ടും, അറിയാൻ കഴിയും. ഇപ്പോൾ ഫോട്ടോ എടുത്ത് രണ്ടാമതുള്ളത് വീഡിയോ എടുക്കുക. അതിൻ്റെ ശേഷം എത്ര റെസൊല്യൂഷനിലാണ് ഏത് ഫോർമാറ്റിലാണ് എടുക്കേണ്ടത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇത് 8K റെസൊല്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ആവശ്യമില്ല. 4K എടുത്തു, എത്ര ഫ്രെയിം ആയിട്ട് കൊടുക്കാം. ഇത് 8K വരെ സപ്പോർട്ട് ചെയ്യും കേട്ടോ, അടിപൊളിയാണ്. 4K എടുത്തു, ഫ്രെയിം റേറ്റ് 30 കൊടുത്തു, എന്നിട്ട് റെക്കോർഡ് കൊടുക്കുക. ഇത് പെട്ടെന്നൊക്കെയാണ് റെക്കോർഡായി. ഈ റെക്കോർഡ് 360 ആവുകൊണ്ട് ഈ റൂമിൽ മൊത്തം നമുക്ക് എന്താക്കാം കിട്ടും. കാണിച്ചു തരാം. റിസൾട്ട് ഇതാണ്, ഉണ്ടോ? ഈ റെക്കോർഡ് 360 ആവുകൊണ്ട് ഈ റൂമിൽ മൊത്തം നമുക്ക് എന്താക്കാം കിട്ടും. വോയിസ് റെക്കോർഡ് ആയിട്ടില്ല, റെക്കോർഡ് അടിപൊളിയാണ്. അതിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കാം, ഏത് ഭാഗത്തെ ഫ്രെയിമാണോ വേണ്ടത് അങ്ങനെ കറക്റ്റ് ചെയ്ത് റീഫ്രെയിം ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീഡിയോ ഇനി സിംഗിൾ ലെൻസിൽ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. സിംഗിൾ ലെൻസ് ഏത് ക്യാമറ വേണം, ഫ്രണ്ട് വേണോ ബാക്ക് വേണോ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൽ റെക്കോർഡ് ചെയ്താൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ലേ, ഉണ്ടോ? ഇതാണ് ബാക്ക് ക്യാമറ ഓണാക്കുക. ഈ വീഡിയോ കൊണ്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിത് എന്താവില്ല, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കിട്ടില്ല. ഇതാണ് നമ്മളുടെ റിസൾട്ട്. അടുത്ത് തന്നെ മോഡ് പ്യുവർ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റ് വ്യൂ, അതായത് നൈറ്റ് വീഡിയോ എടുക്കാൻ ഏറ്റവും നല്ലത് പ്യുവർ വീഡിയോയിലാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോൾ തന്നെ പ്യുവർ വീഡിയോയിലേക്ക് പോകും. ലോ ലൈറ്റ് ആണെങ്കിൽ നൈറ്റിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല വെളിച്ചം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നൈറ്റിലാണെങ്കിൽ ചെറിയ വെളിച്ചത്തിലേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടും. ഇത് നല്ലൊരു ഓക്കെയാണ് പ്യുവർ വീഡിയോ എങ്ങനെയുണ്ട് ചെക്ക് ചെയ്യുക. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പ്യുവർ വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണ നോർമൽ വീഡിയോ കേട്ടോ. ഈ വീഡിയോൻ്റെ ക്ലാരിറ്റി നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൻ്റെ ശേഷം ഞാൻ പ്യുവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള മാറ്റം മനസ്സിലായില്ലേ? സെയിം ലൊക്കേഷനിൽ സെയിം ലൈറ്റ് തന്നെ എടുക്കണം, ഒരു മാറ്റമല്ല. പക്ഷേ വീഡിയോൻ്റെ ക്ലാരിറ്റി മാറിയിട്ടില്ലേ? അപ്പോൾ ഇതാണ് പറഞ്ഞത്, പ്യുവർ വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ലോ ലൈറ്റിന് വേണ്ടി. അടിപൊളിയാണ്, ചെറിയ ലൈറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ എന്നുള്ളത് ഇൻസ്റ്റാ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ സൈഡ് ക്യാമറ മാത്രം, ടൈം ലാപ്സ് ആണ്. നമുക്ക് എന്താണ്, ക്യാമറ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് കുറേ നേരം ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് സൺ റൈസ് പിന്നെ സൺസെറ്റ് അതുപോലത്തെ എടുക്കാൻ പറ്റിയ പരിപാടിയാണ്. ഇത് അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എന്താ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ മോഡുണ്ട് എന്നുള്ളത്. നമുക്ക് ഫസ്റ്റത്തെ 2 വീഡിയോ അതേമാതിരി പ്യുവർ വീഡിയോ അതാണ് കൂടുതൽ ഉപയോഗം ഉണ്ടാകുക. ഉപയോഗത്തിനനുസരിച്ച് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ലെൻസും എന്താക്കുക, എല്ലാ വീഡിയോക്കും 360 ആയിട്ടും സിംഗിൾ ലെൻസായിട്ടും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു വീഡിയോ സെറ്റിങ്സ്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. ഇത് നമ്മൾ സ്ക്രീനിൽ ലോക്ക് ചെയ്യണത് പിന്നെ ഇത് എന്താ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഇത് ഓട്ടോ ബ്രൈറ്റ്നസ്, സൗണ്ട്, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും. പിന്നെ ഒന്ന് വോയിസ് കൺട്രോൾ ഇത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ടേക്ക് ഫോട്ടോ എടുക്കും. സ്റ്റാർട്ട് റെക്കോർഡിങ് പറഞ്ഞാൽ റെക്കോർഡായി. ഇത് പിന്നെന്താണ്, നമ്മൾ സ്റ്റിക്കിലായിട്ടും കണക്ട് ചെയ്തില്ലേ, അതിന് ശേഷം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റിക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ റെക്കോർഡാവും. ഇത് അടിപൊളിയാണ്, ഞാനത് ഓണാക്കിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ ഉണ്ട് സെറ്റിങ്സ്. അതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനുള്ളതെന്നൊക്കെ. നിങ്ങൾ സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കുക ഉപയോഗിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ സെറ്റിങ്സ് നോക്കിയാൽ ക്യാമറയുടെ ഫ്രണ്ട് ജനറൽ SD കാർഡ് എത്ര ഉള്ള കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ വൈഫൈ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സെൽഫി സ്റ്റിക്ക് കണക്ട് ചെയ്തിട്ട് അടുത്തത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. എന്താ നമ്മുടെ കണക്ട് ചെയ്യുക, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തിന് വരും കേട്ടോ. ഇനി നമുക്ക് എന്താ ഒരു വീഡിയോ 360 എടുത്ത് നോക്കാം. 4K ഇതിൻ്റെ റെസൊല്യൂഷൻ ചെക്ക് ചെയ്യാം. 4Kയിലാണ് 30 ഫ്രെയിം റേറ്റാണ്. ഒരു വീഡിയോ എടുക്കാം.
ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തു. ശരിയാ. ഈ വീഡിയോ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഇതാണ്. ഉണ്ടോ? ഇതിൽ നമ്മളെ സെൽഫി സ്റ്റിക്ക് കാണാൻ കഴിയില്ല. ഉണ്ടോ? എൻ്റെ സ്റ്റാൻഡ് മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ള ഒക്കെ എന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്താവും, സ്റ്റിക്ക് മറിഞ്ഞു പോകും. കണ്ടോ? എല്ലാ ഭാഗത്തും റെക്കോർഡായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഏത് ഭാഗമാണ് വേണ്ടതെന്നുള്ളത് റീഫ്രെയിം ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 360ൽ ഒരു വീഡിയോ, സെൽഫി വീഡിയോ എടുത്ത് വരാം. ഹലോ, നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തെടുക്കുന്നത് Insta360 ക്യാമറയിലാണ്. ഈ ക്യാമറൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണിച്ചാൽ കണ്ടോ? നമുക്ക് കറക്റ്റ് ഏത് ഫ്രെയിമാണ് വേണ്ടത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിർത്താൻ പറ്റില്ല, ഏകദേശം ഇത്രത്തോളം നീളും. അതിനുശേഷം വീഡിയോ എടുക്കാൻ നേരത്തെ സെറ്റിങ്സ് ഓണാക്കിയാൽ ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ റെക്കോർഡായി. ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ യാത്ര പോകുമ്പോൾ ഉള്ളത്, നമ്മൾ നടന്ന് പോകുമ്പോൾ ഉള്ളത്, അങ്ങനെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് വീഡിയോ ആണോ വേണ്ടത് അത് കറക്റ്റ് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. സൈക്കിളുമ്മേ, ബൈക്കുമ്മേ, അങ്ങനെ പല പരിപാടിയുണ്ട്. പക്ഷേ ഈ സ്റ്റിക്ക് അതിനൊന്നും പറ്റില്ല. അതിന് നമ്മൾ എക്സ്ട്രാ സാധനം വാങ്ങണം. അതിനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഈ റെക്കോർഡ് കാണിച്ചു തരാം. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ആക്സസറീസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബാഗുമ്മ കൊടുക്കാനുള്ളത്, ബൈക്കുമ്മ കുടുക്കി ബൈക്കുമ്മ ലോക്ക് ചെയ്ത് എന്താണ് സ്റ്റിക്ക് ഇവിടെ കൊടുക്കിയിട്ട് നമ്മൾ ബൈക്കുമ്മ സൈക്കിളൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ അതിനുള്ള പരിപാടിയുണ്ട്. ഈ ഉപയോഗത്തിൽ നടക്കും. ആണോ? ഇവിടെ കുടുക്കി ക്യാമറ വെക്കാൻ ഉള്ളത്, പിന്നെ നമ്മളെ ഷോൾഡർ വെക്കാനുള്ളത്, ഹെൽമെറ്റും വെക്കാനുള്ളത്, ബൈക്കുമ്മ കൊടുക്കാനുള്ളത്, അങ്ങനെ എത്ര ഐറ്റംസ് എന്താണ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് അടങ്ങിയ ഒരു കിറ്റാണ് ഇതിന്. എനിക്കിവിടെ ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു 89-100 ദിർഹംസിൻ്റെ അടുത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്, ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ 360 പിന്നെ 4K റെസൊല്യൂഷന് 30 ഫ്രെയിം റേറ്റിലാണ് കേട്ടോ. സ്റ്റിക്ക് ഏകദേശം ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറ ഒരേ ആംഗിളിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ തിരിക്കണമൊന്നുമില്ല. നമുക്ക് എന്താക്കാം, അതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റീഫ്രെയിം ചെയ്യാം. നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ടോ, അവിടെ കുറേ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അക്കോമഡേഷൻ്റെ സൈഡാണ്. ഈ ഭാഗത്തൂടെ കുറച്ച് ബിൽഡിങ്ങും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞതിനനുസരിച്ച് എന്താക്കുക, ആ ഭാഗത്തേക്കുള്ള ഫ്രെയിം സെറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. നമ്മളെന്താണ് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയാണ്, ക്യാമറ പിടിച്ച് ഇങ്ങനെ നടന്നാൽ മതി. നമ്മളുടെ ഹൈലൈറ്റുള്ള വ്യൂ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ക്യാമറ ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റീഫ്രെയിം ചെയ്ത് സെറ്റാക്കാൻ പറ്റും. അതൊരു അടിപൊളി സാധനമാണ്. ഇനി 360 ക്യാമറ ഒന്ന് സ്റ്റിക്കൊന്ന് വലുതാക്കിയിട്ട് എടുക്കാം. റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. റെക്കോർഡായി. ഹലോ ഗേസ് 360 ക്യാമറ വീഡിയോ ടെസ്റ്റിംഗ് ആണ്. ഇത് ഞങ്ങൾ അക്കോമഡേഷൻ്റെ ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് ഒരു കച്ച പാർക്കിംഗ് ആണുള്ളത്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. ആ ഭാഗത്താണ് മെയിൻ റോഡ് പോകുന്നത്. പിന്നെന്താ, അവിടെ ഒരു ചർച്ചുണ്ട്, ഞങ്ങളെ ജിമ്മുണ്ട്, പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ കുറേ അവിടെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കണ്ടോ, നമ്മൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം 12 മണിക്കാണ്. നല്ല ചൂടുണ്ട്. പക്ഷേ ആ ചൂടിനനുസരിച്ചൊന്നും ക്യാമറ ഇതായിട്ടില്ല, ചൂടായിട്ടില്ല. ക്യാമറയ്ക്ക് ആ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മൈക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കാറ്റടിക്കുന്ന സമയമാണെങ്കിലും. അപ്പോൾ ഷൂട്ട് ചെയ്യണതാണ് നമ്മളെ ZTV ക്യാമറയിലാണ് ഇതിൻ്റെ ഇൻസ്റ്റൻ്റ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് എന്താക്കാം, അതിനെ കാണിച്ചു ക്യാമറ ഭാഗത്തുള്ളൂ. ഇത് ഇവിടുത്തെ നമ്മളെ അതിഥിയാണ്. അതിലിപ്പോൾ എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രണ്ട് 3 അതിൻ്റെ കൂടെ കണ്ടായി കൊടുത്താണ്ടില്ലേ. അതെപ്പോഴും ഈ ഡോറിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ അക്കോമഡേഷൻ ഡോറിന് മുമ്പിൽ ഇങ്ങനെ കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് AC കാറ്റ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി എന്താവും, ഈ ഡോർ നമ്മൾ അറിയാതെ സ്പീഡ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാല് വീട്ടിലേക്ക് എന്താണ് ഡാമേജ് കുറവായിട്ടുണ്ട്. എന്നാൽ അവിടെ തന്നെ കിടക്കുള്ളൂ. ഓക്കെ,
പിന്നെ ഈ വീഡിയോ നമ്മൾ ഔട്ട്ഡോർ എടുത്ത വീഡിയോ ഫുള്ള് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു കേട്ടോ. എഡിറ്റ് ചെയ്യാൻ 2 മാർഗ്ഗമുണ്ട്. ഒന്ന് മൊബൈൽ എഡിറ്റ് ചെയ്യാം, രണ്ടാമത് ലാപ്ടോപ്പിലിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. രണ്ടും ഞാൻ കാണിച്ചു തരാം. Insta360 ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആയിട്ടാണ്, പേയ്മെൻ്റ് ഒന്നുമില്ല. അതിന് ശേഷം ഇവിടെ വൈഫൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ ഓണാക്കണം. ഓണാക്കി കൊടുത്ത് ബ്ലൂടൂത്ത് ഓണാക്കി കൊടുക്കണം. അത് ഓണാക്കി കൊടുത്ത് കണക്ട് ചെയ്യുന്ന ആവശ്യം. നമ്മളെടുത്ത എല്ലാ വീഡിയോ ഇതിലാണ് വരുന്നത്. ഇന്നലെ നമ്മൾ വെള്ളത്തിൽ ചാടാൻ പോയിട്ടുണ്ട്, ആ വീഡിയോ എടുക്കതിൽ നമ്മളെ SD കാർഡിൽ ഏതൊക്കെയുണ്ടോ എല്ലാം ഇതിൽ വരും. ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലാസ്റ്റ് എടുത്ത വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് വീഡിയോ. അതിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എന്താണ് എഡിറ്റ് ചെയ്ത് തരും. അതായത് നമുക്ക് എഡിറ്റിംഗ് കേട്ടോ. ഇതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നമുക്ക് വേണ്ട പാട്ടുകൾ ഏതൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് തന്നെ എഡിറ്റ് ചെയ്യണം. ഇത് AI-ൻ്റെ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ ആക്കി തരും. നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം AI-ൻ്റെ എഡിറ്റിങ്. ഇതാണ് AI എഡിറ്റിംഗ്. അതിൽ നമുക്ക് സൗണ്ട് മാറ്റാം, അതൊക്കെ മാറ്റാൻ പറ്റുമല്ലോ. പക്ഷെ നമുക്കെന്താ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ റീഫ്രെയിം കൊടുത്തിട്ട് ഫസ്റ്റ് എന്നെ കാണിക്കണം. എന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ഫ്രെയിം കൊടുത്ത് ഇതെന്താണ് എൻ്റെ ഫ്രെയിമിലേക്ക് വന്നു. ഇവിടെ വെച്ച് അപ്ഡേറ്റ് വ്യൂ കൊടുത്തു. ലൈറ്റ് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എന്താണ് സെൻസർ വർക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എന്താണ് ഇവിടെ റീഫ്രെയിം കൊടുത്ത് ഇവിടെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കട്ടിങ് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി ഇതെന്താണ് കറക്റ്റ് ചെയ്തതിൻ്റെ കളറ് കിട്ടും. ഓട്ടോമാറ്റിക്കലി എന്താണ് ലൈറ്റ് കുറച്ചും കൂട്ടിയൊക്കെ എന്താണ് വരുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. നമ്മൾ പുറത്തുനിന്നല്ലേ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഒന്നുകൂടി കട്ട് ചെയ്തത്, ഇതിൻ്റെ ആവശ്യമില്ല. ഈ നടുവത്തെ പാട്ട് എന്തായി ഞാൻ ഒഴിവാക്കി. എഡിറ്റിങ്ങിന് വേണ്ടിയാട്ടത് കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാവും. ഇനി എന്താണ് അക്കോമഡേഷൻ ഉള്ളിൽ കയറുന്നറിയില്ലേ. ഇനി ഇവിടുന്ന് ഫ്രെയിം മാറ്റണം. ഇവിടുത്തെ ഒരു ഫ്രെയിം ഇട്ട് ഡോർ തുറക്കുന്ന ഭാഗത്തേക്കാക്കി മാറിയിട്ടുണ്ട്, കറക്റ്റ് കിട്ടി. ഇനി ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞാണ് പോകുന്നത്. എന്താണ് ഇവിടെ ഫ്രെയിം ഇട്ട് ഇവിടെ കൊടുത്തു. നമ്മളെന്താ സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ കാര്യം എന്താ കണ്ട. ഇതാണ് പരിപാടി. ഇനി നമുക്ക് എന്താക്കാം, അതിൽ കുറേ ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ കളർ കൊടുക്കാം. ഈ വീഡിയോ കുറച്ച് എന്താണ് കളർ കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ, അങ്ങനെ കളർ കുറച്ച് കൊടുക്കാം, ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കാം. അഡ്ജസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് കൊടുത്ത് കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി, പിന്നെ സാറ്റുറേഷൻ കൂട്ടി, ഷാഡോ ഒന്നാക്കി. കണ്ടോ, ഇതാണ് വീഡിയോ. ഏത് ഫ്രെയിമിലാണ് വേണ്ടതോ 9060 അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യണം ആ ഫ്രെയിമിൽ. അതല്ല അതിന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ ഉണ്ടോ. യൂട്യൂബിനുള്ളത് ഇത് ഇൻസ്റ്റയ്ക്കുള്ളത്. ഇതെന്താ കണ്ട് റെസൊല്യൂഷൻ എത്ര കൊടുക്കുക, പിന്നെ എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാം. കുറച്ച് ടൈം എടുക്കും, നമ്മുടെ മൊബൈലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് Insta360 ആപ്ലിക്കേഷൻ വഴി ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ചാർജ് പെട്ടെന്ന് തീരുണ്ടോ Insta360. അതൊരു പ്രശ്നമാണ്. ഇതായിട്ടുണ്ട്, നോക്കാം. ഇതാണ് നമ്മുടെ വീഡിയോ. ലൈറ്റ് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എന്താണ് സെൻസർ വർക്ക് ഓട്ടോനുള്ളിലുണ്ടോ ഏകദേശം ഇരുട്ടാണ്. ഈ വീഡിയോ എന്നാൽ നല്ല ലൈറ്റുള്ള സ്ഥലത്തു നിന്ന് ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്യാമറ റിയാക്ട് ചെയ്യണത് എന്നുള്ളത് കാണിക്കാനാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് കണ്ടില്ലേ. നമ്മൾ പുറത്തത്തെ വീഡിയോ നല്ല ലൈറ്റുള്ള സ്ഥലത്തു നിന്നാണ് വീഡിയോ എടുത്ത് അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് ഇരുട്ടുള്ള ഏരിയയിലേക്കാണ് കയറിപ്പോയത്. ആ ലൈറ്റ് കറക്റ്റ് മാറിയതുണ്ടോ, ഒരു മാറ്റമില്ലാതെ കറക്റ്റ് നല്ല അടിപൊളി.
ഈ ക്യാമറൻ്റെ പ്രത്യേകത തന്നെ കേട്ടോ, ഇതിൻ്റെ സെൻസറിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇതിൽ നമ്മൾ സിംഗിൾ ലെൻസിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. സിംഗിൾ ലെൻസിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടാവും, നമുക്ക് എന്താ പറയുക, തിരിക്കാനോ മറിക്കാനൊന്നും പറ്റില്ല. കറക്റ്റ് നമ്മൾ ഏത് ഭാഗത്താണ് എടുത്ത് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇത് നമുക്ക് എന്താണ്, ഈ വീഡിയോ എടുത്താൽ ഇൻസ്റ്റയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫുൾ മൊബൈൽ ഇങ്ങനെ ഫുള്ളായിട്ട് കിട്ടുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് കിട്ടില്ല. 360 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുക, ആ വീഡിയോ തന്നെ യൂട്യൂബിലേക്കുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അതേമാതിരി റീൽസിനുള്ളത്, ഷോർട്ട് വീഡിയോകൾ എല്ലാം ഒക്കെ നമുക്ക് പറ്റും. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെൽഫിന് കൊടുത്തതിനാൽ നമ്മൾ സംസാരിക്കാനുണ്ടല്ലോ, അത് മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. പല സെറ്റപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ സെൽഫി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ സെൽഫിൻ്റെ ഭാഗം മാത്രമേ ഇങ്ങനെ കാണിക്കൂ, മറ്റുള്ള ഭാഗം കാണിക്കില്ല. ഇങ്ങനെ എഡിറ്റ് ചെയ്യുക, പലതുണ്ട്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആപ്ലിക്കേഷനിൽ ഞാനിങ്ങനെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ ഓരോ വീഡിയോ അതുപോലെ എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ VN ഇട്ടിട്ട് ഓരോന്ന് കണക്റ്റ് ആക്കിയിട്ട് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യും. ഇതിലങ്ങനെ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്യാമറ ഉണ്ടല്ലോ, ക്യാമറ ഇതിൽ നമുക്ക് എന്താ നിയന്ത്രിക്കാൻ പറ്റും ആപ്ലിക്കേഷനിൽ. അപ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന വ്യൂ ആണ് ഇതിൽ കാണുന്ന നമ്മൾ മൊബൈലിൽ കണ്ടുകൊണ്ട്. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ഇതിൽ നമുക്ക് സെറ്റിങ്സൊക്കെ മാറ്റാൻ പറ്റും, ക്ലിയർ വീഡിയോയിലേക്ക് മാറ്റാൻ പറ്റും. അതേമാതിരി വീഡിയോ മാറ്റാൻ പറ്റും, 360 ആക്കാൻ പറ്റും, റെക്കോർഡ് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ഭാഗത്തുണ്ടോ മൊബൈൽ ഉപയോഗിക്കുന്നത്, ഈ ഭാഗത്ത് ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുക. ക്യാമറൻ്റെ നമ്മളെന്താണ്, ക്യാമറ കാണാൻ കഴിയില്ല ഉണ്ടോ, ഇതാണ്. അപ്പോൾ നമ്മളിതിലെന്താ നിയന്ത്രിക്കാൻ പറ്റും, റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് സെറ്റിങ്സിൽ മാറ്റാം, ഫോട്ടോ എടുക്കാൻ പറ്റും. കുറച്ച് ടൈം എടുക്കും. ഇതപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ ഉണ്ടോ, ഇതിൽ നമുക്ക് ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് എന്നാണ്. 360 ഫോട്ടോ ആണെങ്കിൽ എല്ലാ ഭാഗമുണ്ട്, മുകളിൽ താഴെ, അടിപൊളിയല്ലേ. നമുക്ക് ഏത് ഭാഗമാണോ കറക്റ്റ് വേണ്ടത് ആ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ കിട്ടും. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇതിൽ നിന്നുള്ള ഫയൽസ് എഡിറ്റ് ചെയ്യാത്തതിന് അതേപോലെ തന്നെ ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ശേഷം എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള എഡിറ്റിങ്ങിൻ്റെ ഒരു രൂപതാണ്. ഇനി നമുക്ക് എങ്ങനെ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ലാപ്ടോപ്പ് പോയി എങ്ങനെ നമുക്ക് എന്താക്കാം, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് നോക്കാം, എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി 2 മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കൽ. ഒന്ന് ഇതേപോലെ കേബിൾ ഉണ്ടല്ലോ, C ടൈപ്പ് കേബിൾ, ലാപ്ടോപ്പിൽ കുത്തുക, അത് കൊടുക്കുക, ഫയൽ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ലാപ്ടോപ്പിലേക്കുള്ള Insta360 ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻസ്റ്റൻ്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ആൾ ഫയൽസ് അത് കൊടുക്കുക. ഇത് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ റേഷ്യോ ഉള്ളത് 60:90 ആണ്. യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഇതാണ്. നമുക്കിവിടെ മാറ്റാം. ഇവിടെ എന്താക്കാം, 9:16 ആക്കുക. അതായത് ഇൻസ്റ്റേക്കുള്ളത്. നമുക്ക് ഏത് ഫയലാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. ഇതാണ് വീഡിയോ. അതിനുണ്ടോ 360 വീഡിയോ ആണ്, എല്ലാ ഭാഗത്തും ഉണ്ട്. ഫസ്റ്റ് എൻ്റെ ഫേസ് കാണണം. എന്തായാലും ഇവിടെ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ 4-5 മെത്തേഡ് ഉണ്ട്. നമുക്ക് നമ്മളെ വീഡിയോൻ്റെ എങ്ങനെ വേണം എന്നുള്ളത്, ഇത് റൗണ്ടായിട്ട് വേണോ അതോ ഇങ്ങനെ വേണോ അതോ കുറച്ച് ഇങ്ങനെ വേണോ, എല്ലാം അൾട്രായിട്ടുണ്ട്. ഇതെല്ലാം ഒന്നുകൂടി എല്ലാവരും കാണാനില്ല, ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വീഡിയോയിലും കാണാനുണ്ടല്ലോ, ആ പരിപാടിയാണിത്. ഇതിങ്ങനെ വെച്ചു, അത് പ്ലേ ചെയ്തു. അടുത്ത എന്താണ് കീ ഫ്രെയിം ആഡ് ചെയ്ത് ഇത് കൊടുത്തു. അപ്പോൾ എന്താണ് ഒന്ന് പ്ലേ ചെയ്ത് മറുപടി നോക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ആണെങ്കിലും നിങ്ങൾ കാണേണ്ടത് ഇപ്പം എന്താണ്, ഞാൻ ആ ഭാഗത്തേക്ക് ചൂണ്ടില്ലേ, ആ സമയത്ത് നമുക്ക് എന്താണോ ആ ഭാഗത്തേക്ക് മാറണം. അപ്പോൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുത്തു. കണ്ടോ, ഇതാണ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് നമുക്ക് അക്കോമഡേഷൻ കാണിക്കണം. അപ്പോൾ ഏത് രൂപത്തിൽ കാണിക്കണം, നമ്മൾ ഇത് വേണോ ഇങ്ങനെ വേണോ ഇതൊക്കെ ഇവിടെ നോക്കട്ടോ. വളരെ സിമ്പിളാണ്. ഇവിടെ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട്, അത്ര വൃത്തി നോക്കണ്ട. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മുഖം എന്താണ് കുറച്ചുകൂടി കാണണം. അപ്പോൾ എന്താണ് ഒന്ന് സൂം ഔട്ട്, ഒന്ന് ഈ ഭാഗത്തേക്ക് വെച്ച് റീഫ്രെയിം ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റീഫ്രെയിം ചെയ്യാം. അപ്പോൾ ആ ഭാഗത്ത് കാണുന്നുണ്ടോ അവിടെ കുറേ ബസ് പാർക്ക് ചെയ്യും. ആ ബസ് പാർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള സ്ഥലത്തേക്ക് ഞാൻ എന്താക്കണേ
നമ്മൾ റീഫ്രെയിം വെച്ചിട്ട് തിരിച്ചു വെച്ചു. എന്താ ബസ്സിനെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അക്കോമഡേഷൻ്റെ സൈഡാണ്. അക്കോമഡേഷൻ്റെ സൈഡാന്ന് പറഞ്ഞ സമയത്തേക്ക് എന്തായി നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു. ഈ ഭാഗത്തൂടെ കുറച്ച് ഷോപ്പ് ഈ ഭാഗത്ത് പറഞ്ഞാൽ മറ്റു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണില്ല. ആ ഭാഗത്തേക്ക് കാട്ടെ. പിന്നെ ഇന്നെ കാണിക്കണം. ഞാൻ സംസാരിക്കല്ലേ. തിരി മോനെ തിരി സെറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് കൊടുക്കാം. ഇതിൽ തന്നെ നമുക്ക് എന്താണ് കളർ ചെയ്യാനൊക്കെ ഓപ്ഷൻ കേട്ടോ. ഞാൻ ഇതിൽ കളർ ചെയ്യലില്ല. ഇത് എക്സ്പോഷർ കുറച്ച് കൊടുക്കുക, പിന്നെ ഷാഡോ കുറച്ച് കൂട്ടുക, പിന്നെന്താണ് എക്സ്പോഷൻ കുറച്ച് കൂട്ടി കൊടുക്കുക. ഇതൊക്കെ നമ്മളെ കളറിങ് ഒക്കെ നമ്മൾ അറിഞ്ഞാൽ ചെയ്യാം. ഞാൻ കളറിങ് ഇത് ചെയ്യലില്ല, കാരണം ഇത് വീഡിയോ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഡാവിഞ്ചിയിലാണ് ഒക്കെ ചെയ്യാറുള്ളത്. ഇത് ഒരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എവിടേക്കാണ് എന്താണ് ഡെസ്ക്ടോപ്പ് കൊടുത്ത് ഫയൽ എവിടേക്കാണ് ഇടാണ്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ നോക്കണേ, ബിറ്റ് റേറ്റ് എത്ര വേണമെന്ന് നോക്കുക. അതൊക്കെ നിങ്ങൾ ഏത് പർപ്പസിന് വേണ്ടിയാണ് അപ്ലോഡ് ചെയ്യാൻ ചെയ്യുക. സ്റ്റാർട്ട് എക്സ്പോർട്ട് എടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മളെ വീഡിയോ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ അടുത്ത വീഡിയോ എടുത്തിട്ട് അടുത്ത വീഡിയോ നമുക്ക് എന്താ എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളെ ഫയൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടുത്ത വീഡിയോ കേട്ടോ. ഹലോ, ഇൻസ്റ്റാ360ൻ്റെ ക്യാമറ ടെസ്റ്റ് കേട്ടോ, എങ്ങനെയുണ്ട് നോക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇൻസ്റ്റാ360ലാണ്. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ എന്താണ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അക്കോമഡേഷന്. കണ്ടോ, ഞാനിപ്പോൾ ക്യാമറ ഒരേ ആംഗിളിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ തിരിക്കണമൊന്നുമില്ല. നമുക്ക് എന്താ അതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റീഫ്രെയിം ചെയ്യാം. നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ടോ, അവിടെ കുറേ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അക്കോമഡേഷൻ്റെ സൈഡാണ്. ഈ ഭാഗത്തൂടെ കുറച്ച് ബിൽഡിങ്ങും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞതിനനുസരിച്ച് എന്താക്കുക, ആ ഭാഗത്തേക്കുള്ള ഫ്രെയിം ഇങ്ങനെ സെറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇതിൽ നമ്മൾ എന്തായിട്ടുണ്ട്, കുറച്ച് ഫയല് 360 എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മൾ സിംഗിൾ ലെൻസ് എടുത്തിട്ടുണ്ടല്ലോ. അതെങ്ങനെ മനസ്സിലാറിയോ, INSV എന്നുള്ള ലാസ്റ്റ് ഉണ്ടാവും. ഈ ഫയലാണെങ്കിൽ 360 ആണ്. MP4 ഫയലാണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ ലെൻസ് ആണ്. ഇനി വേറെ എഡിറ്റിംഗ് കാണിച്ചിട്ടോ. അതിന് കുറേ ഉണ്ട് ഇതിൽ, നമുക്ക് ഇഷ്ടമായിട്ട് ചെയ്യാം. ഇതിൻ്റെ മുഖം നിൽക്കുന്ന ഭാഗമാണല്ലോ, ഈ ഭാഗത്തേക്ക് മാത്രം എനിക്ക് എന്താണ് ഇത് മതി. ഇത് ട്രാക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എൻ്റെ മുഖം ആ ട്രാക്ക് ചെയ്ത് കൊടുത്താൽ സ്റ്റാർ ട്രാക്ക് ചെയ്യും. പിന്നെ എൻ്റെ സംസാരത്തിൽ എൻ്റെ മുഖം മാത്രമേ വരുള്ളൂ. മുഖം മാത്രമല്ല, എൻ്റെ മുഖം ഫോക്കസായിട്ട് സെൻട്രലായിട്ട് വരും. വീഡിയോയിലുള്ള ഏത് സബ്ജക്റ്റിനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്ത് കൊടുത്താൽ അത് എത്രത്തോളം വേണം, സ്റ്റോപ്പ് ട്രാക്ക് ഇത്ര മതി നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ വീഡിയോ പ്ലേ ചെയ്തു. ആ ട്രാക്കിങ്ങിൻ്റെ സമയത്തേ ഉണ്ടോ, അത് സെൻട്രലായിട്ട് ഇങ്ങനെ നിന്നു, ലോക്കായിട്ട് നിൽക്കും, അതിനും പോകില്ല. പിന്നെ നമുക്ക് സ്പീഡ് വേണമെങ്കിൽ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഇത്രയും ട്രാക്ക് ചെയ്ത് വെച്ചാൽ ഈ റെഡ് ആണല്ലോ, വേണമെങ്കിൽ കിട്ടാം ഇത്രയും. ഈ സ്ഥലം വരെ നമുക്ക് എന്താണോ സ്പീഡാക്കണം. സ്പീഡാക്കണമെങ്കിൽ ഇവിടെ സ്പീഡ് കുറക്കണോ കൂട്ടണോ, അതോ 100x എടുത്ത് എഡിറ്റിംഗ്. ഇപ്പോൾ നമ്മൾ 5-6 വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, 5-6 വീഡിയോ ഇതേപോലെ തന്നെ 6 വീഡിയോസ് ഇതേപോലെ തന്നെ ഇങ്ങനെ എക്സ്പോർട്ട് കറക്റ്റ് ഫ്രെയിം വർക്ക് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഡാവിഞ്ചി റിസോൾവിലാണ് എഡിറ്റ് ചെയ്യുക. നമ്മൾ കറക്റ്റ് റീഫ്രെയിമിങ് മാത്രമേ ഈ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുള്ളൂ. ഇൻസ്റ്റാ360ൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് റീഫ്രെയിമിങ് മാത്രമേ ചെയ്യുള്ളൂ. എഡിറ്റിംഗ് ഫുള്ള് ചെയ്യുന്നത് ഡാവിഞ്ചി റിസോൾവ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ വെക്കുക. അപ്പോൾ ഞാൻ ഡാവിഞ്ചി ഓപ്പൺ ആക്കിയൊരു പുതിയൊരു ഫയൽ ഉണ്ടാക്കുക, സ്റ്റാർ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, നമ്മൾ ഈ ഫയൽ ഉണ്ടല്ലോ, ഈ ഫയൽ മീഡിയ ഇട്ട് ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. എന്താക്കുക, എഡിറ്റിങ് കാര്യങ്ങൾ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിലൊക്കെ എന്താ ഇപ്പോൾ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം പിന്നെ നമ്മൾ അതേപോലെ റീഫ്രെയിം ചെയ്ത വേറെ വീഡിയോ ഉണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ ഇവിടെ കൊടുന്ന് ഫയൽ വെച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്ത് പോകും. കളറിങ് ഒക്കെ ഇവിടെ തന്നെ ചെയ്യൽ ഞാൻ ഡാവിഞ്ചി ചെയ്താണ് കവർ ചെയ്യാറ്, മറ്റേ ആപ്ലിക്കേഷൻ ചെയ്യില്ല. അപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലേ, ഈ വീഡിയോ കുറച്ച് കളർ കൂടുതലാണ്. നമുക്ക് എന്താ കളറിങ് കൊടുക്കാം. കളറല്ല, ലൈറ്റും കുറച്ച് അധികമായിട്ടുണ്ട്. ലൈറ്റൊന്ന് കുറച്ച് പുതിയ നോഡായതിലും അതിലെന്താക്കുക, നമുക്ക് കുറച്ച് കോൺട്രാസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്ത നോഡ് ഉണ്ടാക്കി അങ്ങനെ കളറിങ് ചെയ്യും. അതിൻ്റെ ശേഷം പിന്നെ ടെസ്റ്റ് ആഡ് ചെയ്യാണ്ടെങ്കിലൊക്കെ ടെസ്റ്റ് ബസ് കൊടുത്തിട്ട് എന്താണോ ടൈപ്പ് വേണ്ടതെല്ലാം അത് ചെയ്തിട്ട് ഇതിലാണ് കാര്യമായിട്ട് എഡിറ്റ് ചെയ്യൽ. എത്ര വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യൽ. അപ്പോൾ ഇതാണ് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇൻസ്റ്റാ360 ഫയൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു മാർഗ്ഗം ഇതാണ്. ഞാൻ അടുത്തൊരു മാർഗ്ഗം കാണിച്ചുതരാം. അടുത്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ SD കാർഡ് ഊരിയിട്ടിട്ടോ. SD കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ്സാക്കിയാൽ മതി, സാധനം പോരും. അത്ര ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ടു. ഇതേപോലെയാണ് അടുത്ത
ഇമ്പോർട്ടൻ്റ് ആണ് ഫയൽ. ഈ 2 മെത്തേഡ് വെച്ചിട്ടാണ് ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. മൊബൈലാണെങ്കിൽ ഡയറക്റ്റ് വൈഫൈ കിട്ടും, ലാപ്പിലാണെങ്കിൽ ഈ 2 മാർഗ്ഗമുള്ളത്. വേറെ മാർഗ്ഗം ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ Insta360 വാട്ടർ പ്രൂഫ് ചെക്കിങ് കേട്ടോ. ഇതാണ് മുക്കട്ടെ. മുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നറിയോ, ഈ ബാറ്റിൻ്റെ ഇതിട്ട് ശരിക്കും അടഞ്ഞിക്കണോ, ഇവിടെ അടഞ്ഞിക്കണോ എന്നൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് Insta360ൻ്റെ വിശേഷങ്ങൾ. X5ൻ്റെ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളും എനിക്കറിയില്ല, അതിൻ്റെ റിവ്യൂറോ അല്ല, ഞാൻ അതിൽ പറയുന്ന ആളും അല്ല. ഞാൻ ഉപയോഗിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം, കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയണ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വീഡിയോ വേണമെങ്കിൽ അതും ചെയ്യാം. ഈ Insta360 മാത്രം എടുത്തൊരു വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു സദ്യൻ്റെ വീഡിയോ. ആ വീഡിയോ മൊത്തത്തിലെടുത്തിട്ട് ഈ ക്യാമറ വെച്ചിട്ടാണ്, എഡിറ്റിങ് ഡാവിഞ്ചി വെച്ചിട്ടാണ്. അപ്പോൾ അത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.